ഹായ് ഫ്രണ്ട്സ്, കിങ്ഡം എന്ന പുതിയ മൂവിയുടെ കഥ കേട്ടാലോ? ഹീറോ 18 വർഷമായി കാണാതെ പോയ ചേട്ടനെ അന്വേഷിച്ച് ഒരു സീക്രട്ട് മിഷന് പോവുകയാണ്. അതിലൂടെ തന്നെ ചേട്ടനെ കണ്ടെത്താൻ പറ്റിയോ ഇല്ലയോ എന്ന് നമുക്ക് കഥ കണ്ടറിയാം. കഥയിലേക്ക് കടക്കാം. പുതുതായിട്ട് ചാനൽ വന്ന എൻ്റെ കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുകയും വേണേ. കഥയുടെ തുടക്കം തന്നെ 1927 നടന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. സീകരണ്ടർ എന്ന ഗ്രാമത്തിൽ നിധി ഉണ്ടെന്നറിഞ്ഞ് ബ്രിട്ടീഷുകാരെത്തുന്നു. നിധി കിട്ടുവാനായി ബ്രിട്ടീഷുകാർ അവിടെയുള്ള മനുഷ്യരെ എല്ലാം വെടിവെച്ച് കൊല്ലുന്നു. എന്നാൽ ഈ നാട്ടുകാരിൽ അമ്പ് മാത്രമേ ഉള്ളത് കൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് അവിടുത്തെ രാജാവിന് മനസ്സിലാകുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പെൺകുട്ടികളെയും ഗർഭിണികളെയും അവിടുന്ന് മാറ്റുകയാണ് രാജാവ്. എന്നിട്ട് ആ രാജാവാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു കിരീടം കൊടുക്കുന്നു. നിങ്ങളെ രക്ഷിക്കാനായി ഒരാൾ വരുമെന്ന് രാജാവ് പറയുന്നു. അയാൾക്ക് ഈ കിരീടം കൊടുക്കണമെന്നും അയാൾ ഇവിടെ വാഴുവെന്നും രാജാവ് പറയുകയാണ്. അതിനുശേഷം ബ്രിട്ടീഷുകാരെല്ലാം വെടിവെച്ച് അവർ മരിക്കുന്നതായാണ് കാണിക്കുന്നത്. അടുത്തത് കാണിക്കുന്നത് 1990s ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോയുടെ ഫ്രണ്ടായ ചീനുവിനെ കാണുവാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. എന്നാൽ കൂട്ടുകാരനായ ആ പോലീസുകാരൻ ഹീറോയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഹീറോയാണ് ചീനുവിനോട് ചോദിക്കുകയാണ്, നീ എന്താ എന്നെ മൈൻഡ് ചെയ്യാത്തതെന്ന്. നീ എന്തിനാ നിന്റെ ചേട്ടനെ കണ്ടുപിടിക്കാനല്ലേ ഇവിടെ നടക്കുന്നത്? നിന്റെ ചേട്ടനാണ് ഒരാളെ കൊന്നിട്ടാ നാട് വിട്ടു പോയത്. അവനെ കണ്ടുപിടിക്കാനുള്ള കാര്യത്തിൽ ഞാൻ നടന്ന ബാക്കിയുള്ള പോലീസുകാരെല്ലാരും എന്നെ കളിയാക്കും. എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറയാണ്. നീ നിന്റെ കാര്യം നോക്ക്, ചേട്ടന്റെ കാര്യം അന്വേഷിക്കേണ്ടെന്നും ആ പോലീസുകാരൻ പറയുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ചീനു ആണെങ്കിൽ ഹീറോയെ കൊണ്ടുപോയി ഒരു ആർട്ടിസ്റ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹീറോയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ചേട്ടന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കൊടുക്കുന്നു. ഈ ഫോട്ടോ നോക്കി ചേട്ടൻ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കി വരയ്ക്കാനായി പറയുന്നു. ആ ഫോട്ടോ കിട്ടാനായി ഹീറോ വെളിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അതേ സമയത്താണ് ഒരു പ്രായമായ ഒരു വ്യക്തി അവിടേക്ക് വരുന്നത്. ഇസയോട് അദ്ദേഹം പറയാണ്, എന്റെ മകൻ എവിടെ, അവനെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുകയാണ്. ഇത് കണ്ടിട്ട് ഹീറോയാണ് ചീനോട് ചോദിക്കുകയാണ്, അതാരാണ്? ചീനു പറയാണ്, അവൻ ഒരു നെസ്റ്റ്ലൈറ്റ് ആണ്, അവൻ കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻകൗണ്ടർ നടക്കുമ്പോൾ അവനെ കൊന്നു കളയണമെന്നാണ് ഇവിടുത്തെ പോലീസുകാർ തീരുമാനിച്ചിരിക്കുന്നത്. അവൻ നേരെ പോയി കോടതിയിൽ വന്നിരുന്നെങ്കിൽ അവനെ വെറുതെ വിട്ടിരുന്നേനെ. ഇപ്പോൾ ഇവരുടെ മുന്നിലായതുകൊണ്ട് അവനെ എന്തായാലും കൊല്ലുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ വിഷമം തോന്നുന്നു. ഹീറോ ഉടനെ തന്നെ ആ മുറിയിലേക്ക് ചെന്നിട്ട് അവനെ തുറന്നു വിടുകയാണ്. എന്റെ കോൺസ്റ്റബിൾ ആണ് ഹീറോയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രായമായ വ്യക്തി മകനെ രക്ഷിക്കാനാണ് ഇവൻ അടികൊള്ളുന്നത് കണ്ടിട്ട് അദ്ദേഹം സങ്കടപ്പെടുന്നു. ഹീറോയാണെങ്കിൽ ചേട്ടന്റെ ഫോട്ടോ പോലും മേടിക്കാൻ നിൽക്കാതെ അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ഹീറോയുടെ വീട്ടിലേക്ക് പോലീസുകാരെത്തുകയാണ്. എസ് കോൺസ്റ്റബിൾ ഹീറോയുടെ മാമനാണ്. ഹീറോയെ വന്ന് കണ്ടിട്ട് കോൺസ്റ്റബിൾ പറയാണ്, നീ മേലെ ഇനി ഇങ്ങനെ ആരെയും പോയി അടിക്കില്ലേ എന്ന്. ഹീറോ പറയാണ്, ഞാൻ എന്തായാലും അടിക്കുമെന്ന് പറയണം. അതേസമയം അമ്മ അടുത്തേക്ക് വന്നിട്ട് ഹീറോയെ അടിക്കുകയും ചെയ്യുന്നു. ഉടനെ അവൻ പറയാണ്, ഞാൻ ആരെയും അടിക്കില്ലെന്ന് പറയാണ്. കോൺസ്റ്റബിൾ പറയാണ്, നിന്റെ ചേട്ടനെ കാണാതെ പോയത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവനെ തിരിച്ചു കിട്ടുമ്പോൾ നീ ശരിയാകുമെന്ന് പറയുന്നു. ഹീറോ പറയാണ്, എന്റെ ചേട്ടന്റെ ഫോട്ടോ വരയ്ക്കാനായി എസ്ഐയുടെ ഓഫീസിലാണ് പോയത്. അവിടെ വെച്ച് എന്റെ ആ ഫോട്ടോ നഷ്ടപ്പെട്ടു. ആ ഫോട്ടോ തിരിച്ചു തരണമെന്ന് പറയാണ്. ആകെപ്പാടെ ഒരേ ഒരു ഫോട്ടോയെ ഉള്ളായിരുന്നു. ഇവിടേക്ക് റോയൽ ഏജന്റ് വന്ന് ഹീറോയെ വന്ന് കാണുകയാണ്. അയാൾ പറയാണ്, എനിക്കൊരു സീക്രട്ട് മിഷന് ഓഫീസറെ ആവശ്യമുണ്ട്, അത് സൂര്യയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോ ഞെട്ടിപ്പോവുകയാണ്. ഞാനൊരു സാധാരണ കോൺസ്റ്റബിൾ ആണ്, എന്നെ കൊണ്ട് അത് കഴിയില്ല. റോയൽ ഏജൻസി പറയാണ്, നിന്റെ ചേട്ടനെ കണ്ടെത്തുവാൻ ഞങ്ങൾ സഹായിക്കാം. ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രമേ നിന്റെ ചേട്ടനെ നിനക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോ അതിന് സമ്മതിക്കുകയാണ്. അവരാണെങ്കിൽ ചേട്ടന്റെ ഫോട്ടോ കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. വീട്ടിലെത്തിയ ഹീറോയാണ് ചേട്ടനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓർക്കുകയാണ്. ഹീറോയുടെ ചേട്ടന്റെ പേര് ശിവ എന്നാണ്. ഹീറോയും ശിവയും ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഇവരുടെ അമ്മ ഇവരെ പൊന്നു പോലെയായിരുന്നു നോക്കിയിരുന്നത്. എന്നാൽ അച്ഛൻ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഇവരെ 3 പേരെ അടിക്കുമായിരുന്നു. ഒരു നാൾ സൂര്യയാണെങ്കിൽ കയ്യെ ടാറ്റു ചെയ്യുകയാണ്. അപ്പോൾ ചേട്ടൻ പറയാണ്, ഇത് അച്ഛൻ അറിഞ്ഞാൽ അടിക്കുമെന്ന് പറയുന്നു. ഇവർ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം അറിഞ്ഞു വന്ന അച്ഛനാണെങ്കിൽ സൂര്യ അടിച്ച് ശരിയാക്കുകയും അവന്റെ അമ്മയെ അടിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടിട്ട് ചേട്ടനാണെങ്കിൽ ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛനെ കുത്തി കൊല്ലുന്നു. അതിനുശേഷം ചേട്ടൻ അവിടുന്ന് ഓടിപ്പോവുകയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും ചേട്ടനെ കണ്ടുപിടിക്കാൻ ഹീറോ ശ്രമിക്കുകയാണ്. അടുത്ത സീനിൽ ഒരു ഓഫീസിൽ സീക്രട്ട് മിഷനെ പറ്റി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. കഥയിലെ തുടക്കം നമ്മൾ കാണിച്ച ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാവരും ശ്രീലങ്കയിൽ പോയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആ ഗ്രാമത്തിലുള്ള ആൾക്കാരോടെല്ലാം കള്ളക്കടത്ത് ചെയ്യാൻ അവിടുത്തെ ആൾക്കാർ പറയുകയാണ്. അവിടെയുള്ള ആൾക്കാർ എങ്ങനെയും ഇന്ത്യയിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റ് അവരെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവർ കള്ളക്കടത്തുകൾ നടത്തുവാനായി തുടങ്ങി. ഹീറോയുടെ ചേട്ടനും അതേ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഘട്ടത്തിൽ അവിടെ കള്ളക്കടത്ത് ചെയ്യുന്ന തലവനായി മാറുന്നു. അവർക്കിപ്പോൾ കുറെ ആയുധങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയുകയും വേണം. അവന്റെ ചേട്ടനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് അവർ തീരുമാനിക്കുന്നു. ഇതായിരുന്നു ഇവരുടെ പ്ലാനിങ്. ഇത് സീൻ കാണിക്കുന്നത് ദിവ്യ ഐലൻഡ് ആണ്.
പഴന്തുളി മക്കൾ അവിടെ സ്മഗ്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നേവി ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊല്ലുകയാണ്. അതോടെ അവിടുത്തെ തലവനായ ശിവയെ അറസ്റ്റ് ചെയ്യുകയാണ്. റോയൽ ഉദ്യോഗസ്ഥർ ആണെങ്കിൽ ഹീറോയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ഇതോടെ സൂര്യയാണെങ്കിൽ ചേട്ടനെ കാണുവാനായിട്ട് ജയിലിലേക്ക് പോവുകയാണ്. ഹീറോയാണെങ്കിൽ ജയിലിൽ വന്നുകൊണ്ട് ചേട്ടനെ വന്ന് കാണുവാനായി വരികയാണ്. ചേട്ടന്റെ സഹായിയായ സിൻഹ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഹീറോയെ വന്ന് അടിക്കുകയാണ്. അടിക്കുന്ന കാര്യമല്ല, ഹീറോയുടെ ചേട്ടൻ അറിയാണ്. ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നു. ഹീറോയാണെങ്കിൽ അവനെയും തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ വന്നത് കൂട്ടുകാരനെ അടിക്കുന്നത് കണ്ടിട്ട് ചേട്ടനാണെങ്കിൽ ഹീറോയെ അടിക്കാനായി തുടങ്ങി. 18 വർഷത്തിനു ശേഷമാണ് ഹീറോ ചേട്ടനെ ഇപ്പോൾ കാണുന്നത്. ഹീറോയ്ക്ക് ചേട്ടനെ കണ്ടപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. ചേട്ടനാണെങ്കിൽ ഹീറോ ആരാന്ന് പോലും അറിയില്ലായിരുന്നു. ചേട്ടനാണെങ്കിൽ ഹീറോയെ അടിച്ചടിച്ച് ശരിയാക്കുകയാണ്. ഹീറോയുടെ വായിന്ന് ചോര വരെ വരുന്നു. ഹീറോയ്ക്ക് സഹിക്കാൻ വയ്യാതാകുമ്പോൾ ഹീറോ പറയാണ്, എന്നെ ഇപ്പോൾ തന്നെ കൊന്നേക്ക്, ഒരുപക്ഷെ ഞാൻ മരിച്ചു പോയാൽ നീ നരകവേദന അനുഭവിക്കും എന്ന ഒരു ഡയലോഗ് പറയുന്നു. കേൾക്കുമ്പോൾ ചേട്ടന് പഴയ കാര്യം ഓർക്കുകയാണ്. അച്ഛൻ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുമ്പോൾ ചേട്ടൻ ഇതേ ഡയലോഗായിരുന്നു പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ ശിവന് അനിയനെ മനസ്സിലാകുകയാണ്. ചേട്ടൻ പറയാണ്, നിങ്ങൾ ആരും ഇവനെ അടിക്കല്ലേ, എന്റെ അനിയനാണെന്ന് പറയുകയാണ്. ചേട്ടൻ ഹീറോയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ വന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, നീ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് പൊക്കോളൂ. ഹീറോ പറയാണ്, ഇത്രയും വർഷം നിന്നെ തേടി നടന്നിട്ട് നിന്നെ കണ്ടുപിടിച്ച് നിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്റെ കൂടെ നിന്നാൽ ആപത്താണെന്ന് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നെ ഒരിക്കലും വിട്ടിട്ട് പോകില്ലെന്ന് പറയുകയാണ്. ചേട്ടൻ അപ്പോൾ പറയാണ്, നീ എന്റെ കൂടെ നിന്നാൽ അമ്മ ആരാടാ നോക്കുന്നത്? അപ്പോൾ ഹീറോ പറയാണ്, അമ്മ മരിച്ചിട്ട് 2 വർഷമായി. എന്നാൽ ചേട്ടനോട് ഇവൻ നുണ പറയാണ്. ചേട്ടൻ പറയാണ്, 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയുന്നു. 2 ദിവസമായപ്പോൾ ഹീറോയും ചേട്ടനും ഇറങ്ങി. അതേ സമയമാണ് ചേട്ടന്റെ ഫ്രണ്ടായ സിംഗ അവനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയം പനംകുടിയിലുള്ള ഒരു പെൺകുട്ടിക്ക് പ്രസവവേദന എടുക്കുകയാണ്. ശ്രീലങ്കയിലുള്ള ആൾക്കാർ അവളെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. അതെന്താ കാരണമെന്ന് വെച്ചാൽ സ്മഗ്ലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഇവർക്കൊരു നിബന്ധന കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനുള്ള അവകാശമില്ല. ഈ സമയമാണ് നായികയുടെ എൻട്രി. ഇവൾ പറയാണ്, ഈ ഗർഭിണിയെ എങ്ങനെയും ആശുപത്രിയിൽ എത്തിക്കണമെന്ന്. ആരും കേൾക്കുന്നില്ല. അവൾ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവളെ പ്രസവത്തിന് കൂടെ നിൽക്കുകയാണ്. അവൾ പ്രസവിക്കുകയും ചെയ്യുന്നു. ഉടനെ തന്നെ ഇവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹീറോയാണെങ്കിൽ ആ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതായിട്ട് ഈ ഗ്രാമത്തിൽ വരുന്നവരെ ഒന്നും ഇവർക്ക് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വന്നതും അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ശിവ അവിടെയുള്ള ആൾക്കാരോട് പറയാണ്, ഇത് വേറെ ആരുമല്ല, എന്റെ അനിയനാണെന്ന് പറയുന്നു. എന്നാൽ അവിടുത്തെ ഒരു മക്കളുടെ തലവൻ പറയാണ്, നിന്റെ അനിയനായിരിക്കാൻ ഞങ്ങളുടെ ആരുമല്ല എന്ന് പറയുന്നു. ഈ ഗ്രാമത്തിലുള്ളവർ അവരുടെ നാട്ടിലേക്ക് പോകുവാനായി ഒരുപാട് ആഗ്രഹിക്കുന്നു. ശിവയോട് കൂടെയുള്ള സ്മഗ്ലിംഗ് നടത്തുന്ന ആൾക്കാർ ഇവിടുന്ന് ഗോൾഡ് എല്ലാം കടത്തുന്ന കാര്യം ശിവ പ്രസവം നടത്തിയ നായികയോട് പറയുകയാണ്. കാരണം അവൾ ഒരു സീക്രട്ട് ഏജന്റ് ആണ്. അവൾ ഉടനെ തന്നെ എല്ലാ ഓഫീസറോടും വിളിച്ച് പറയാണ്. ആർമിക്ക് അവിടെ സ്മഗ്ലിംഗ് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ആർമിയിലുള്ള ആൾക്കാരെല്ലാം അവിടെ വന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരും സ്വർണ്ണ ബിസ്ക്കറ്റ് അവിടെ ഇട്ടിട്ട് അവിടെ ഓടിപ്പോവുകയാണ്. അറിഞ്ഞിട്ട് സിൻഡിക്കേറ്റ് തലവനായ മുരളി, സിൻഡിയപ്പൻ എല്ലാവരും ടെൻഷൻ ആവുകയാണ്. അവിടെ കടത്തലിനായി പോയ ആൾക്കാരെ എല്ലാം ടോർച്ചർ ചെയ്യുകയാണ് ഇവർ. നിങ്ങളിൽ ആരാണ് ആർമിയോട് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടിക്കുകയാണ്. മുരുകനാണെങ്കിൽ ഒരാളെ കൊല്ലുന്നു. ശിവ ഈ കാര്യം അറിയുമ്പോൾ ഭയങ്കരമായി ടെൻഷൻ ആകുകയാണ്. സിൻഡിക്കേറ്റിലേക്ക് വരികയാണ്. നീ എന്തിനാണ് ഒരാളെ കൊന്നത്? നിങ്ങൾക്കൊക്കെ വേണ്ടിയല്ലേ ഞങ്ങൾ ജോലി ചെയ്യുന്നത്, അത് ചെയ്തത് ശരിയായിരുന്നു പറയുന്നു. സിൻഡിക്കേറ്റ് തലവനും മുരളിയും പറയാണ്, നീ ഗോൾഡ് എന്തായാലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ ജനങ്ങളെ എല്ലാം കൊല്ലുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയാണ്, നിങ്ങളുടെ ഗോൾഡ് ഞാൻ കൊണ്ടുവരാം, പക്ഷേ നിങ്ങൾ ഈ ആൾക്കാരെ എല്ലാം വെറുതെ വിടണം. പ്രസവം കഴിഞ്ഞ അമ്മയ്ക്കാണെങ്കിൽ കുട്ടിയെ കാണുവാനും അനുവദിക്കണം. ഹീറോയും ശിവയും കൂടി ഇപ്പോൾ സ്വർണം അന്വേഷിച്ച് പോവുകയാണ്. അതേസമയം ആർമിയാണെങ്കിൽ ഗോൾഡ് വേറെ സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. ഹീറോയും ശിവയും അറിഞ്ഞ് അവിടെ വന്ന് അവരെയെല്ലാം അടിച്ചിട്ട് സ്വർണം എടുത്തോണ്ട് പോകുന്നു. അവർ അവിടുന്ന് വണ്ടിയിൽ പോകുമ്പോൾ പട്ടാളക്കാര് പിടിക്കുകയാണ്. നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായി പറയാണ്. ഒരു ഘട്ടത്തിൽ പിടിക്കുമെന്നറിഞ്ഞ് അവർ വണ്ടി വിട്ട് പോവുകയാണ്. എന്നാലും പട്ടാളക്കാർ അവന്റെ പുറകെ ഉണ്ടായിരുന്നു. അവരെ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതേസമയം ഹീറോ പറയാണ്, എനിക്കൊരാളെ വിളിക്കണമെന്ന് പറഞ്ഞ് ഹീറോയാണെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ഹീറോയാണെങ്കിൽ പട്ടാളക്കാരൻ്റെ കൊടുക്കുകയാണ്. അപ്പോഴാണ് അവരറിയുന്നത് ഹീറോ ഒരു പോലീസുകാരനാണ്. ഹീറോ ഒരു പോലീസുകാരനായതുകൊണ്ട് അവനെ വിടുവാനായി പട്ടാളക്കാരും പറയാണ്. അപ്പോഴാണ് ഹീറോയുടെ ചേട്ടൻ ഈ സത്യം അറിയുന്നത്.
ഹീറോയാണെങ്കിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് തിരിച്ചു കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവർ പിടിച്ചു വെച്ചിരുന്ന ആൾക്കാരെയെല്ലാം വെറുതെ വിടുന്നു. ഹീറോയാണെങ്കിൽ മുരുകനെ നോക്കി അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. ആ അമ്മയാണെങ്കിൽ കുഞ്ഞിനെ കാണുകയാണ്. ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം ഹീറോയെ അഭിനന്ദിക്കുകയാണ്. ഇത് കാണുമ്പോൾ ശിവൻ പറയാണ്, നീ ഇവിടുന്ന് എങ്ങനെയും പോകണം, ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന്. അപ്പോൾ ഹീറോ പറയാണ്, ചേട്ടൻ വന്നാൽ മാത്രമേ പോകത്തുള്ളൂ എന്ന്. ശിവൻ പറയാണ്, ഈ ഊരുമക്കളാണ് എന്നെ ഇത്രയും നാൾ വളർത്തിയത്, അവരെ വിട്ട് എനിക്ക് പോകാനായി പറ്റില്ലെന്ന് പറയുന്നു. അതേ സമയത്താണ് സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തുന്ന കാര്യം ആർമിയിൽ പറഞ്ഞു കൊടുത്തത് അവരുടെ കൂട്ടത്തിലുള്ള ആളാണെന്ന് മനസ്സിലാക്കുകയും ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം അവരെ അടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. ഇത് കാണുമ്പോൾ ശിവനാണെങ്കിൽ അനിയനെ സേഫായി നിർത്തുന്നു. ഇതേ സമയം മുരുകന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അച്ഛൻ പറയാണ്, നീ എന്തിനാണ് ആ ഗ്രാമത്തിലുള്ളവരെ മോശമായി പെരുമാറിയത്? മുരുകൻ പറയാണ്, അവരാണെങ്കിലോ എന്നെ മോശമുള്ള ഒരാളായാണ് കാണുന്നത്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയാണ്, നിനക്ക് പണമാണോ മാനമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ പണമാ വേണ്ടതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സ്വന്തം അച്ഛനാന്ന് നോക്കാതെ അവൻ സ്വന്തം അച്ഛനെ തന്നെ കൊല്ലുകയാണ് വെള്ളത്തിൽ മുക്കി. അതിനുശേഷം മുരുകനാണെങ്കിൽ അച്ഛൻ്റെ വേഷമെല്ലാം ധരിച്ച് സിൻഡിക്കേഷൻ മീറ്റിങ്ങിനായി പോകുന്നു. സിൻഡിക്കേറ്റിനോട് പറയാണ്, എൻ്റെ അച്ഛൻ ഈ ഊരുമക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തു, അച്ഛന് വേണ്ടി ഇവിടെ ഒരു പാർട്ടി നടത്തണമെന്ന് മോൻ പറയാണ്. അത് കേൾക്കുമ്പോൾ സിൻഡിക്കേറ്റും സമ്മതിക്കുകയാണ്. രാഗെന്ന് പറഞ്ഞ ഒരാള് മുരുകനോട് പറയാണ്, സൂര്യയോ ശിവനോ ആണ് ആർമിക്ക് വിവരം നൽകിയത്, ഇവരിൽ ആരോ ആണെന്ന് പറയുന്നു. അവിടെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുരുകൻ ശിവനെ മാത്രം മാറ്റി നിർത്തുന്നു. നീയാണോ ആർമിക്ക് രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തത്? നീ ആയിരിക്കില്ലെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. മുരുകനാണെങ്കിൽ അനിയനെ രക്ഷിക്കാനായിട്ട് ഞാൻ തന്നെ അറിയിച്ചെന്ന് പറയുന്നു. അപ്പോൾ മുരുകൻ പറയാണ്, നിന്നെ ഒന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഗ്രാമത്തിലുള്ള ഊരുമക്കളെ എല്ലാം കൊല്ലുവാനായി പോവുകയാണ്. അവരെല്ലാം അടിക്കുകയാണ്. അവരെല്ലാം രക്ഷപ്പെടുവാനായി ഓടുമ്പോൾ അവിടുത്തെ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു. ശിവൻ അവരെല്ലാം രക്ഷിക്കുന്ന സമയത്ത് അവരെല്ലാവരെയും ശിവനെ കൊല്ലുകയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് ഹീറോ അങ്ങോട്ടേക്ക് വരികയാണ്. ചേട്ടൻ മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ ഹീറോയ്ക്ക് സങ്കടമാകുകയാണ്. എന്ത് പറ്റിയാലും ഇവിടെയുള്ള ഊരുമക്കളെ രക്ഷിക്കണമെന്ന് ഹീറോ തീരുമാനിക്കുന്നു. ഇവരെ രക്ഷിക്കാനായിട്ട് കപ്പലിലേക്ക് ഹീറോ പോവുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ഊരുമക്കൾ ഹീറോയുടെ ടാറ്റു കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ അവർ പറയുകയാണ്, നീയാണ് ഞങ്ങളുടെ രാജാവ്, നീ ഇവിടെ വരാൻ വേണ്ടിയാണ് ശിവ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവർക്ക് എങ്ങനെയാണ് രാജാവ് ഹീറോയാണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ അവരുടെ തലവൻ പറഞ്ഞിരുന്നു, കടലും കരയും ഒരുമിച്ചാകും. അപ്പോൾ ഹീറോയും അതുപോലെയല്ലേ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് പോരാടിയാണ് കരയിൽ നിന്ന് അവരെ രക്ഷിക്കാനായി പോകുന്നത്. അതുമാത്രമല്ല, ഈ ഊരുമക്കൾക്ക് മാത്രമുള്ള ഒരു ടാറ്റു ഹീറോയുടെ കഴുത്തിൽ കണ്ടു. ഹീറോയുടെ കുഞ്ഞിലെ ഹീറോ അമ്പലത്തിൽ പോയപ്പോൾ ഒരു വല്യമ്മ ഹീറോയുടെ ശരീരത്തിൽ ടാറ്റു കുത്തിയിരുന്നു. അതാണ് ഹീറോ ഉടനെ ബോട്ട് എടുത്തുകൊണ്ട് പോയി ഹീറോയുടെ ചേട്ടനെ കൊന്ന മുരുകനെ കൊല്ലുകയാണ്. ഇവിടെയുള്ള ഓരോരുത്തരെയും ഹീറോ അടിച്ച് ശരിയാക്കിയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഊരുമക്കൾ പറയാണ്, ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് കാണാനിരിക്കുന്നത്, ഇനി ഞങ്ങളുടെ തലവനാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഊരുമക്കൾ ഹീറോയുടെ തലയിൽ കിരീടം വെക്കുന്നു. ഇപ്പോൾ കാണിക്കുന്നത് മുരുകൻ ഒരു അനിയനുള്ളതായിട്ടാണ്. ഹീറോ മുരുകനെ അച്ഛനെയും കൊന്നതാന്ന് വിചാരിച്ച് ഹീറോയെ കൊല്ലുവാനായി തീരുമാനിക്കുന്നു. ഈ സമയം ആ ഊരുമക്കളെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ തലവനായിട്ട് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കുവാണ്. മുരുകന്റെ അനിയൻ ഹീറോയെ കൊല്ലുവാനായി വിദേശത്തുനിന്ന് വരുന്നതായി കാണിക്കുന്നു. ഇനി ഒരു രണ്ടാം ഭാഗം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്.